ഇന്നത്തെ വീക്കെൻഡ് ടിപ്പ് ഒരു ചെറിയ ടൈം സേവിംഗ് ടിപ്പാണ്. ഞാൻ എപ്പോഴും ജിഞ്ചറും ഗാർലിക്കും മുറിച്ച് എങ്ങനെ അത് സ്റ്റോർ ചെയ്യാൻ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യും. ഈ വീഡിയോ കാണും മുമ്പ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. ആദ്യം ഇഞ്ചി വന്നിട്ട് നന്നായിട്ട് തോലൊക്കെ എടുത്തിട്ട് അതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെക്കാം. കട്ട് ചെയ്തിട്ട് അത് നന്നായിട്ട് അതൊന്ന് കഴുകിയെടുക്കാം. അതിലത്തെ മണ്ണൊക്കെ പോകണല്ലോ 2-3 പ്രാവശ്യം നന്നായിട്ട് അതൊന്ന് കഴുകിയെടുക്കാം. പിന്നെ അതൊരു പരന്ന പ്ലേറ്റിലാക്കിയിട്ട് അതൊന്ന് ഉണങ്ങാൻ വെക്കണം. സോ ഇത് നന്നായിട്ട് ഇത് ഉണങ്ങണം, അല്ലെങ്കിൽ അത് ഒരുമാതിരി സ്മെല്ല് വരും. സോ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ട് ഒരു ടിഷ്യൂ പേപ്പർ മേലെ വെച്ചിട്ട് ഒരു 2-3 hours വെച്ചാൽ മതി. അത് പെട്ടെന്ന് അത് അങ്ങോട്ട് ഉണങ്ങി കിട്ടും. പിന്നെ ഞാൻ ഈ മേടിച്ച ജിഞ്ചറിന് ഒരു ഹാഫ് ജിഞ്ചർ ഞാൻ ഒരു ഡബിളാക്കി വെക്കും. ബിക്കോസ് നമ്മൾ ഉപ്മാവും ചില കറികളിനൊക്കെ നമ്മൾ ഇഞ്ചി വന്നിട്ട് കട്ട് ചെയ്തിടാറുണ്ട്. അപ്പൊ ബാക്കിയുള്ളത് വന്നിട്ട് ഞാനത് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്ത് വെക്കും. ഇത് എന്തിനു ഗ്രേറ്റ് ചെയ്ത് എടുത്ത് വെക്കുന്നത്, നമുക്ക് പല കുക്കിങ്ങിന് ചിലപ്പോൾ നമ്മൾ ജിഞ്ചർ മാത്രം യൂസ് ചെയ്യും. ഗ്രേറ്റിംഗ് ആവശ്യം ഗ്രേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ചായയിലൊക്കെ ഇടാൻ നമുക്കത് എളുപ്പമാണ്. സോ അതങ്ങനെ ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ട് ഒരു എയർ ടൈറ്റ് ബോക്സിൽ എടുത്ത് വെക്കും. ബാക്കിയുള്ള ജിഞ്ചർ ഞാൻ ഈ ബോക്സിലിടും, ഉപ്മാവിനും പിന്നെ ബാക്കിയുള്ളതിനൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ഗാർലിക് വന്നിട്ട് ഞാൻ ഇങ്ങനെ തോലെടുത്തിട്ട് ആവശ്യത്തിനുള്ളത്, ദാറ്റ് ഈസ് ഇതൊരു 1 week പ്രിപ്പറേഷൻ 1 weekന് യൂസ് ചെയ്യേണ്ട മാതിരി ഞാൻ അതൊരു ബോക്സിലാക്കി വെക്കും. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുക്കിംഗ് ടൈമിൽ ഈ ജിഞ്ചറും ഗാർലിക്കും ഇതൊക്കെ ഒരു സ്മോൾ ടൈം സേവിങ് ഹാക്കാണ്. നമുക്ക് ഇതൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുക്കിങ്ങിനൊക്കെ പെട്ടെന്ന് നമുക്കത് റെഡിയാക്കാം. സോ ഈ ജിഞ്ചറൊക്കെ എപ്പോഴും നമ്മൾ തോലെടുക്കുമ്പോൾ അത് ഇത്തിരി ടൈം കൺസ്യൂമിംഗ് ആണ്. സോ ഇതൊക്കെ ഞാൻ ഇങ്ങനെ സ്റ്റോർ ചെയ്തിട്ട് എടുത്ത് വെക്കും, ഫ്രിഡ്ജിൽ എടുത്ത് വെക്കും. പിന്നെ ഞാൻ ഇത് എങ്ങനെ ഞാൻ കുക്കിങ്ങിൽ യൂസ് ചെയ്യാന്ന് ഞാൻ കാണിക്കാം. ആദ്യം ഞാനിപ്പോ ആലു പറാട്ട ഉണ്ടാക്കുമ്പോൾ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം. ഗാർലിക് ഞാൻ അങ്ങനെ സ്മാഷ് ചെയ്തു. പിന്നെ ഓൾറെഡി ഗ്രേറ്റഡ് ജിഞ്ചർ ഉണ്ട്. അത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഞാൻ ഈ കടലക്കറി ഉണ്ടാക്കാൻ നമുക്ക് അപ്പൊ ഇഞ്ചി മാത്രം യൂസ് ചെയ്യും. അപ്പൊ ഞാൻ ഈ ഗ്രേറ്റഡ് ജിഞ്ചർ ഇട്ടിട്ട് അത് ബോയിൽ ചെയ്ത് വെച്ചു. പിന്നെ ചായന് വന്നിട്ട് നമ്മൾ ജിഞ്ചർ യൂഷ്വലി സ്മാഷ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ടും. അപ്പൊ എനിക്ക് എളുപ്പത്തിൽ ഞാൻ ഇതെടുത്തിട്ട് ജിഞ്ചർ ടീ ഉണ്ടാക്കാം. സോ ഇങ്ങനെയാണ് ഞാൻ ഈ ജിഞ്ചറും ഗാർലിക്കും യൂസ് ചെയ്യുക. ശരിക്കും മോർണിംഗ് നമ്മളുടെ ബിസി മോർണിംഗിനൊക്കെ ഇത് നല്ല യൂസ്ഫുൾ ആണ്. ഇത് നമുക്ക് രാവിലൊക്കെ ചായ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ആ ചെറിയ ജിഞ്ചർ മാത്രം എടുത്തിട്ട് നമ്മളത് ഗ്രേറ്റ് ചെയ്യണം. ചിലപ്പോൾ നമുക്കത് ലേസി ആവും രാവിലെ. ഇതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് എല്ലാം റെഡിയാവും. സോ ഈ ഒരു ചെറിയ ടിപ്പ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് സപ്പോർട്ട് മീ. താങ്ക് യു.